കേരളം ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള ഇടമാണെന്ന് മറന്നുപോയ മോദിയോടാണ്. ആമയിഴയും പോലെ വികസനം നടത്തുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പറ്റിക്കുന്ന സംഘപരിവാർ ബുദ്ധി കേരളത്തിൽ നടപ്പില്ല. നിങ്ങൾ നക്കാപ്പിച്ച നൽകിയില്ലെങ്കിലും കേരളത്തിന്റെ വികസനം ഹൈസ്പീഡിൽ തന്നെ കുതിക്കും. 56 ഇഞ്ചിന്റെ വീമ്പിൽ തളരുകയും തകരുകയും ചെയ്യുന്ന നാടല്ലിത്. 62 ലക്ഷം പേർക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന, 5.5 ലക്ഷം കുടുംബങ്ങൾക്ക് വീടൊരുക്കിയ, 5 ലക്ഷത്തോളം പേർക്ക് കിടക്കാനൊരിടമൊരുക്കിയ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയ, ദേശീയപാതാ വികസനവും ഗെയിൽ പൈപ്പ് ലൈനും യാഥാർത്ഥ്യമാക്കിയ, അങ്ങനെ ലോകത്തോളം കേരളത്തെ വളർത്തിയ ഒരു മുഖ്യമന്ത്രി ഈ നാടിനുണ്ട്. ദുരന്തത്തിൽ പകച്ചുപോയ പിഞ്ചു കുഞ്ഞിനോട് പോലും മുതലക്കണ്ണീരൊഴുക്കിയ നിങ്ങളിലല്ല, ഒരു മഹാപ്രളയത്തിലും മുങ്ങിപ്പോകാതെ, ഒരു മഹാമാരിയിലും ഇറങ്ങലിച്ചു പോകാതെ ഈ നാടിനെ കാത്ത ആ കരുത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ തരത്തിലുമുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഞങ്ങളെ ഞെക്കിക്കൊല്ലാനാണ് കഴിഞ്ഞ 12 വർഷമായി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 3.5 കോടി മലയാളികൾ ചോദിച്ചതൊന്നും നിങ്ങൾ നൽകിയില്ലെങ്കിലും ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതൊക്കെ കവർന്നെടുക്കാതെയെങ്കിലും ഇരിക്കണം. പൊന്നുവിലയുള്ള ഞങ്ങളുടെ മണ്ണിലാണ് ഇനി നിങ്ങളുടെ നോട്ടമെന്നും ഞങ്ങൾക്കറിയാം. റെയർ എർത്ത് ഇടനാഴി പ്രഖ്യാപനത്തിലെ ചതിച്ചിരിയും ആമസംരക്ഷണ കേന്ദ്രം നൽകിയതിലെ വിഡ്ഢിച്ചിരിയും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഭാരതം എന്ന പേര് കേട്ട് അഭിമാനപൂരിതരാകുന്നവർ തന്നെയാണ് ഞങ്ങൾ. നിങ്ങൾ ഞങ്ങളോട് കാട്ടുന്ന നെറുകേടുകൾ കാണുമ്പോൾ ചോര തിളയ്ക്കുന്ന ഞരമ്പ് തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും കരുത്താർജിക്കുന്നതാണ് ഞങ്ങളുടെ ഒരുമയെന്ന് ഓർമ്മ വേണം. പോയി പണി നോക്ക് മോദി എന്ന് 3.5 കോടി പേർ ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. കേരളത്തെ ക്രൂരമായി അവഗണിച്ച, രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മാത്രമായി ചവച്ച ഈ ബജറ്റ് എന്ത് ബജറ്റ് എന്ന് കേരളം ചോദിക്കുന്നു.